അധ്യക്ഷൻ ശ്രീ ജോൺസൺ, എൻ്റെ ദീർഘകാലത്തെ ഒരുമിച്ച് ഉള്ള പ്രവർത്തനത്തിൻ്റെ പങ്കാളിയായി കൂടിയാണ് ബാലഗോപാൽ, ഈ മറ്റ് സുഹൃത്തുക്കളെ സഹായിക്കുക. നമ്മുടെ MP ഇവിടെ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയുടെ പിൻബലത്തോടെ രാജ്യത്തെ സർവ്വമേഖലയിലെയും തൊഴിലാളികൾ നേടിയെടുത്ത എല്ലാ ആനുകൂല്യങ്ങളും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റുകളെ സഹായിക്കുന്ന മാനേജ്മെന്റുകൾ നിലനിർത്തുന്ന ഒരു കോർപ്പറേറ്റ് കേന്ദ്ര ഗവൺമെന്റാണ് നോക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജി പെൻഷനാകുന്നതിന് മുൻപായി തന്നെ അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ട ഏതെങ്കിലും ഒരു ചെയർമാൻ സ്ഥാനം വെച്ച് നീട്ടും. ആ ചെയർമാൻ സ്ഥാനത്ത് വന്നാൽ സുപ്രീം കോടതിയിലെ ജഡ്ജി പെൻഷനായി കഴിയുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ വലിയ തുക 1 വർഷം, 1.5 വർഷം, 2 വർഷക്കാലം ആ കസേരയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എന്താവശ്യപ്പെടുന്നുവോ അതനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാകണം. അത് ഉണ്ടായ ഒരു ചരിത്രമാണ് നമ്മുടെ MP കുറച്ചു മുമ്പ് ഇവിടെ പറഞ്ഞിട്ട് പോയി. അത് വെറുതെ പറഞ്ഞതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. അതിപ്പോഴും നടക്കുന്നു, നാളെയും നടക്കാൻ പോവാണ്. നഷ്ടപ്പെട്ടതിന്റെ കാര്യങ്ങളാണ് MP ഇവിടെ പറഞ്ഞത്. ഈ നഷ്ടപ്പെട്ടത് നേടിയെടുക്കുന്നതിന് വേണ്ടി എന്താണ് ഓൾ ഇന്ത്യ ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ, കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആരോട് പറഞ്ഞില്ല. ഈ വേജ് ബോർഡ് ഇവിടെ നേടിയെടുത്തു. വേജ് ബോർഡ് ഇവിടെ നേടിയെടുത്തത് ദീർഘമായിട്ടുള്ള സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിലിരുന്ന സമയത്ത്, പ്രത്യേകിച്ച് കേരളത്തിലെ അന്നത്തെ നേതാക്കന്മാരുടെ ഇടപെടലുകളുണ്ട്. ഈ ജേർണലിസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ വേജ് ബോർഡിന്റെ പരിധിയിൽ നോൺ ജേർണലിസ്റ്റ് വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥിതിയാണ്. അത് സമരം ചെയ്ത് നേടിയെടുത്ത ഒന്നാണ്. അന്ന് ആ KNF കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഒരു പരിധിവരെ ഓൾ ഇന്ത്യ ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷനെ ശലിപ്പിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലിരുന്നതാണ്. രാജ്യത്തെ സംസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിച്ച് അന്നൊരു നേതാവുണ്ടായിരുന്നത് സനന്തകൃഷ്ണൻ മാതൃഭൂമി, ഒരു കാല് വയ്യ വടി കുത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തോൾ സഞ്ചി തോളയിട്ടുകൊണ്ട് രാജ്യത്തെ മിക്കവാറും സംസ്ഥാനങ്ങൾ സഞ്ചരിച്ച് സംഘടിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് ഓൾ ഇന്ത്യ ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ, തുടർന്ന് കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ. ആ ഫെഡറേഷന്റെ നല്ല കാലത്തെ ചെറുപ്പകാലം, ആ കാലത്ത് നേടിയെടുത്തതാണ് ഈ വേജ് ബോർഡ്. ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ഈ അനന്തകൃഷ്ണൻ, K. ചന്ദ്രൻ, കോഴിക്കോട് ദേശാഭിമാനിയിലെ കുഞ്ഞിരാമൻ, മനോരമയിലെ ഭാസ്കരൻ നായർ, കേരള കൗമുദിയിലെ ശാരംഗധരൻ ഉൾപ്പെടെയുള്ള ആ നേതൃത്വത്തിന്റെ പിന്നാലെ പിച്ചവെച്ച് നടന്ന വ്യക്തിയാണ്. അതെനിക്ക് ട്രേഡ് യൂണിയൻ പ്രവർത്തനമായിട്ട് വളരെ ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഇവരുടെ പിന്നാലെ പോകും. സ്വന്തം കയ്യിൽ പൈസ എടുത്തിട്ട് പോകണം. കേരളം മൊത്തം എല്ലാ സംസ്ഥാന ജില്ലകളിലും
അത് നമുക്ക് കഴിച്ച് ഈ KNF മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ ഈ ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ, അതായത് നോൺ ജേർണലിസ്റ്റ് സംഘടന, അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി ചേരുമ്പോൾ അത് കൂടെ നമ്മുടെ കമ്മിറ്റി കൂടി ചേരും. അപ്പോൾ ഹാളിന് പ്രത്യേക വാടക കൊടുക്കേണ്ട, ഭക്ഷണം അതേപോലെ അതിൻ്റെ കൂടെ കഴിഞ്ഞു പോകും. അത്തരത്തിൽ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് ഈ കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ. ആ ഫെഡറേഷൻ നേടിയെടുത്ത ഈ വേജ് ബോർഡ് ഇല്ലാതാക്കിയതിന് ശേഷം ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷന് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ കമ്മിറ്റി അത് ചർച്ച ചെയ്തിട്ടുണ്ടോ? അതിനെതിരെ ഒരു പ്രതികരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് കൂടാണ്ട് ഞങ്ങളുടെ ശമ്പളം ഇനി അല്ലെങ്കിൽ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ ആരെ സമീപിക്കണം? അങ്ങനെ ഒരുവരെ നിങ്ങൾ സമീപിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. പണ്ട് ആരോ വാങ്ങിച്ചു തന്നത് അത് ആസ്വദിച്ച് ഇപ്പൊ അവർ തട്ടിക്കൊണ്ടുപോയി. നമ്മൾ എന്ത് ചെയ്യും? ആകാശത്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് കഴിയും. അതിന് KNF-നെ കൊണ്ട് തനിച്ചത് ചെയ്യാൻ കഴിയും. ഒന്ന്, സംഘടനാപരമായിട്ട് ആ ട്രേഡ് യൂണിയന്റെ ആ ഒരു ചാലി വന്ന് വീഴാൻ വൈമനസ്യമുള്ള, അതിന് താല്പര്യക്കുറവുള്ള ഒരു കൂട്ടം ജീവനക്കാരാണ് ഇന്ന് പത്രസ്ഥാപനങ്ങളുള്ളത്. അലച്ചിൽ അവർ ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് അവരെ കൊണ്ട് സാധിക്കില്ല. അത് എന്റെ ഒരു അഹങ്കാരത്തോടുകൂടിയുള്ള സംസാരമായിട്ട് വേണം കാണുന്നുണ്ടോ? ഞാൻ ഇതിനു മുമ്പും ഇപ്പോഴും പലപ്പോഴും ഒക്കെ ആ തരത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നോൺ ജേർണലിസ്റ്റ് പെൻഷനേഴ്സ് യൂണിയനും കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷനും സംയുക്തമായിട്ടുള്ള ഒരു നേതൃത്വത്തിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് 2-3 മാസം കൂടുമ്പോൾ ഏതെങ്കിലും ജില്ലയിൽ ഒരു കമ്മിറ്റി കൂടി പിരിച്ചതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ പോണില്ല. നിരന്തരമായി ഇതിനു വേണ്ടി പണിയെടുക്കണം. നിരന്തരമായി പണിയെടുക്കണമെങ്കിൽ ഈ സംഘടനയുടെ 2 സംഘടനയുടെയും നേതൃത്വം നിരന്തരമായി കൂടി ഇരുന്ന് ആലോചിച്ച് അതിൻ്റെ എഴുത്തുകുത്തുകൾ നടത്തണം. കേന്ദ്ര ഗവൺമെന്റിനെ കാണണം. ഇതേപോലെ തന്നെ MPയെ കണ്ട് കേന്ദ്ര മന്ത്രിമാരെ കാണാൻ ശ്രമം നടത്തണം. നിരന്തരമായ ഇടപെടലുകൾ നടത്തണം. അതിനൊരു ആസ്ഥാന മന്ദിരം വേണം. അത് വേണമെങ്കിൽ സംയുക്തമായിട്ട് നോൺ ജേർണലിസ്റ്റ് KNF-ന്റെ സംയുക്തമായിട്ടൊരു ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്ത് നിങ്ങൾ കണ്ടെത്താം. ആ ആസ്ഥാന മന്ദിരത്തിൽ ഇതിന്റെ നേതൃത്വത്തിലുള്ളവർ നിരന്തരമായി അവിടെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യണം. അതല്ലാതെ കണ്ടിട്ട് കോഴിക്കോട് മീറ്റിംഗ്, കണ്ണൂരിൽ മീറ്റിംഗ് നടത്തിയിട്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ സംഘടനയെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും തൊഴിലാളി മേഖലയുമായി അഫിലിയേറ്റ് ചെയ്യാൻ പാടില്ല. ഇത് സ്വതന്ത്ര സംഘടനയാണ്. ഇത് വിവിധ പത്രസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള അവരുടെ സംഘടനയാണ്. ഞാൻ CPI-യുടെ തൃപ്പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ 22-ാം തീയതി വരെ. അന്ന് ഈ സമ്മേളനം അന്ന് വെച്ചിരുന്നാണ്. ഞാൻ ജോൺസണോട് പറഞ്ഞ് എനിക്ക് ഒരു കാരണവശാലും പറ്റില്ല, 22-ാം തീയതി സമ്മേളനമാണ്, അതിന്റെ തയ്യാറെടുപ്പാണ്. ആ സമ്മേളനം കഴിഞ്ഞ് ഞാനിപ്പോൾ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം മെമ്പറാണ്. ഇനി മണ്ഡല സമ്മേളനം നടക്കാൻ പോകുന്നത്. എനിക്ക് വേണമെങ്കിൽ പറയാം AITC-യിൽ അഭിനയിക്ക് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ INTC-യിൽ അഭിനയിക്ക് ചെയ്യണമെന്ന് അതിനോട് ചായയുള്ളതെന്ന് പറയാം, BMS-ൽ അഭിനയിക്ക് ചെയ്യണമെന്ന് പറയാം. ഇത് ഒരു സംഘടനയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല. ഇത് സ്വതന്ത്രമായിട്ട് ആരെയും ആ തരത്തിലാണ് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊന്ന്, നമ്മൾ ജോലി ചെയ്യുന്ന ഓരോ സ്ഥാപനത്തിന്റെയും മാനേജ്മെന്റിന്റെ മുഖത്ത് നോക്കി അവകാശത്തെക്കുറിച്ച് ചോദിക്കാനും കണക്ക് പറയാനും കഴിയാത്ത
അണികളായിരിക്കും, അല്ലെങ്കിൽ തൊഴിലാളികളാണ്, അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകളായിരിക്കും ഒരു പരിധി വരെ. അതാണ് ഞാൻ പറയുന്നത്. ഇത് രണ്ട് സംഘടനകളും കൂടി യോജിച്ചാൽ, ഇപ്പൊ നോൺ ജലസ് പെൻഷനേഴ്സ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഏത് മാനേജ്മെന്റിനോട് കണക്ക് പറയാൻ അവർക്ക് യാതൊരു മടിയില്ല. ഒരു വൈമനസ്യമില്ല. ഒരു പത്ര മാനേജ്മെന്റിന്റെയും സഹതാപത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതല്ല. ഈ നോൺ ജലസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞാൽ അത് രൂപീകരിക്കുന്ന സമയത്ത് അതുവരെ പെൻഷനായ പത്രസ്ഥാപനങ്ങളിൽ നിന്ന് പെൻഷനായ പാവപ്പെട്ട അവശ്യ പത്ര ജീവനക്കാർ, മുൻ ജീവനക്കാർ ഒരു ചായ കുടിക്കാൻ നിവർത്തിയില്ലാതെ നേരം വെളുത്ത് രാവിലെ വീടിന്റെ മുറത്തിരുന്ന് കുറെ നേരം ഇരുന്നതിന് ശേഷം അടുത്ത ഏതെങ്കിലും വീട്ടിൽ പോയി കുറച്ചു നേരം വർത്താനം പറയും, അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും കടയിൽ പോയി ഒരു കട്ടൻ ചായ കുടിക്കും. ആ മോനോട് മോനെ ഒരു 10 രൂപ എന്ന് പറയും, ചിലപ്പോൾ കൊടുക്കും. 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു 10 രൂപ ചോദിക്കും. അല്ല, ഇത് ഇന്ന് കഴിഞ്ഞ ദിവസം 10 രൂപ തന്നാണ്. ഇത് എപ്പോഴും 10 രൂപ തരാനായിട്ട് എൻ്റെ ഇല്ല. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. എള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ മതി. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് പെൻഷനായവരാരും തന്നെ ഞങ്ങൾ അവസരം അനുഭവിക്കുന്ന മുൻ പത്ര ജീവനക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുദ്രാവാക്യം വിളിക്കാനോ ഒരു സംഘടന രൂപപ്പെടുത്താനോ അവരാരും തയ്യാറായിരുന്നില്ല. ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് KNEF-ന്റെ ഭാരവാഹികളായി, ഞാൻ KNEF-ന്റെ സെക്രട്ടറി, പ്രസിഡന്റ്, അതിന് തൊട്ട് മുൻപ് ശാരദകരൻ, അവിടെ തുടങ്ങി ഞങ്ങൾ 11 വർഷം സമരം ചെയ്തു. എന്തിനു വേണ്ടി? ഈ പെൻഷന് വേണ്ടിയിട്ട്. ഞങ്ങൾ പെൻഷനായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പെൻഷനായി കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഈ പറഞ്ഞ കടയുടെ പീഠത്തിന്റെ പോയിരിക്കാനും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കുറെ കഴിയും ഭാര്യ ചെയ്ത് പറയും, നിങ്ങൾ നേരെ കിടക്കുന്നവിടെ കുത്തിയിരിക്കുകയല്ല, എങ്ങാണെങ്കിലും നടക്കാം, കയ്യും കാലം അവരുടെ ചെയ്ത കേൾക്കും. അപ്പൊ ഞങ്ങൾ മുൻകൂട്ടി ഇരുന്നതാണ് 10 കൊല്ലം 11 വർഷം സമരം ചെയ്തു. 11 വർഷം സമരം ചെയ്ത് ഇത് ഒരു രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് നായനായിട്ടുള്ള സമയത്താണ് തത്വത്തിൽ ഈ പെൻഷൻ അംഗീകരിക്കുന്നത്. ആ പെൻഷൻ ഇപ്പോ 6000 രൂപയായി കൊണ്ട് 7000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ വർദ്ധിപ്പിച്ച സംഖ്യ കിട്ടിയിട്ടില്ല. അരിയേഴ്സ് കുറെ കിട്ടാനുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ. ഒന്ന്, ജീവിക്കാൻ മതിയായ പെൻഷൻ. ആ പെൻഷൻ ഇതുവരെ എത്തിയിട്ടില്ല. ആ പെൻഷനിലേക്ക് നമ്മൾ എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ശക്തമായ സമരം കൊണ്ട് ഒന്നും നേടാൻ പറ്റുന്ന കാലഘട്ടമല്ല. ഇത് ഗവൺമെന്റുമായി സംസാരിച്ച് ഇടപെട്ട്, അതേപോലെ തന്നെ വേജ് ബോർഡിന്റെ കാര്യങ്ങളിലും ഡൽഹിയിൽ കർഷകർ നടത്തിയ സമരം പോലെ രാജ്യത്ത് നമുക്ക് സമരം നടത്താൻ പറ്റില്ല. ആ ഒരു തയ്യാറെടുപ്പ് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പൊ അതെന്ത് ചെയ്യണം? മിണ്ടാണ്ടിരുന്ന പോലെ പ്രതികരിക്കണം. പ്രതികരിച്ചാൽ മതിയാവും. അത്യാവശ്യം വേണമെങ്കിൽ 10-15 പേര് ഡൽഹിയിൽ പോയിട്ട് ഒരു സമരമൊക്കെ ചെയ്യണമെന്ന് തെറ്റൊന്നുമില്ല. ആ സമയത്തുള്ള MP-മാരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി ആ പാർലമെന്റിന് മുന്നിൽ ഒരു സമരം നമുക്ക് സംഘടിപ്പിക്കാം വേജ് ബോർഡിന് വേണ്ടിയിട്ട്. വേജ് ബോർഡ് നമ്മൾ സമരം ചെയ്ത് നമ്മൾ ഉണ്ടാക്കി ഗവൺമെന്റ് തട്ടിയെടുത്ത് വീണ്ടും നമ്മൾ അത് ആ വേജ് ബോർഡ് ഉണ്ടെങ്കിൽ വേജ് ബോർഡിന് സമാന്തരമായിട്ടുള്ള ബോർഡ് വേണം. നമ്മുടെ ശമ്പള പരിഷ്കരണം നിശ്ചയിക്കുന്നത് ഈ കോർപ്പറേറ്റ് പത്ര ഉടമകളായിട്ട് പാടില്ല. അത് നമ്മൾ തീരുമാനിക്കും. സർക്കാരിന്റെ പ്രതിനിധികൾ ഉണ്ടെങ്കിൽ അവർ തീരുമാനിക്കും. പത്ര ഉടമകളുടെ പ്രതിനിധികൾ. അതല്ലാണ്ട് ഏകപക്ഷീയമായിട്ട് ഈ പത്ര ഉടമകൾക്ക് കൊടുത്താൽ അവർക്ക് താല്പര്യമുള്ളവർക്ക് അവർ കൂടുതൽ സംഖ്യ കൊടുക്കും. 1-2 ലക്ഷമൊക്കെ കൊടുക്കുന്നു വരും. മറ്റുള്ളവർക്ക് 30,000, 25,000, 50,000 കൊടുക്കും. അത് പോരാ. ന്യായമായ വേതനം കിട്ടണമെങ്കിൽ അതിന് വേജ് ബോർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡ് വേണം. അതിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളുടെ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ച് മതിയാവും. ഞാൻ ഏകദേശം ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു തോന്നുന്നു. അത് ഈ 2 സംഘടനകളിൽ കൂടി കൂട്ടായ ഒരു പ്രവർത്തനം, അത് പെൻഷന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഈ വേജ് ബോർഡ് അല്ലെങ്കിൽ സമാന്തരമായ ബോർഡ് നമുക്ക് വേണം. നമുക്ക് പത്ര ഉടമകളുടെ ഔദാര്യം കൊണ്ടിട്ടുള്ള ആ ശമ്പളമല്ല നമുക്ക് വേണ്ടത്. കൃത്യമായിട്ടുള്ള ഒരു ശമ്പളം, ഒരു സംവിധാനം രാജ്യത്ത് ഉണ്ടാകണം.
എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയുന്നത് ശരിയല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ പെൻഷൻ വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിനൊക്കെ ഒരു ബേസ്, ഒരു അടിസ്ഥാനപരമായിട്ട് ഇത്ര സംഖ്യയിൽ കൂടുതൽ പെൻഷൻ പാടില്ല. ഒന്നില്ലെങ്കിൽ ഒരു 50,000 60,000 പെൻഷൻ കൊടുക്കും. ബാക്കിയുള്ള പെൻഷൻ നേരെ താഴേക്ക് കൊണ്ടുവന്നിട്ട് താഴെ കിടക്കുന്ന 10,000 12,000 പെൻഷൻ കൊടുത്തു. ഇത് കേരള ഗവൺമെന്റ് 1,600 രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത്. ഈ 1,600 രൂപ കൊണ്ട് എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ ജീവിക്കാൻ കഴിയുക? പക്ഷെ അതുകൊണ്ട് കഷ്ടി ജീവിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അത് പോലെ അവർക്കൊക്കെ ഒരു 5,000 6,000 5,000 കൊടുക്കണം. അതിന് മേലെ പെൻഷൻ വാങ്ങുന്നവർ ആ പെൻഷനുകൾ ഉയർന്ന പെൻഷൻ കിട്ടിപ്പോയാൽ ജീവിക്കാനുള്ള പെൻഷൻ പോലെ അത് താഴെ കൊണ്ടുവരണം. അത് ഞാൻ പല വേദികളിലും ഞാൻ പറയുന്നത്, ഇവിടെ ഞാൻ പറഞ്ഞത് മാത്രമാണ്. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് കൂട്ടായി മുന്നോട്ട് പോകാം. എന്തായാലും ഒരു ശരീരം പണിയില്ലെങ്കിലും നിങ്ങളെക്കാളും ചെറുപ്പക്കാരനായിട്ട് ഒരാൾ മത്സരിക്കരുത്. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ